ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വലിയ ഒരു മാന്തി ഉണ്ടാക്കിയല്ല. പട്ടിണി പാവങ്ങളാണ് ഇതിൻ്റെ ചോട്ട് താമസിക്കുന്നത്. ആശങ്ക വലുത് തന്നെയാണ്. അവരുടെ അടുത്ത് പറയുമ്പോൾ ഒരു മൈൻഡ് ചെയ്യണില്ല. എന്ത് ചെയ്യണം നമ്മളിത്? ഇനിയും ആവശ്യമാണ്. കാരണം ഇത് ഏത് സമയത്തും താഴെ ഉള്ളൊരു ഭീഷണിയിൽ നിൽക്കുകയാണ്. ഞാനുള്ളത് ചേനാടൻകുളമ്പിലെ ആ കുന്നിൻ മുകളിലാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്നലെ ഇടിഞ്ഞ ഭാഗമാണ് ഇത്. ഈ വിള്ളൽ ഏകദേശം 200 മീറ്ററോളം ദൂരത്തുണ്ട് എന്നുള്ളത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. നമ്മൾ ഇന്നലെ ഇവിടെ എത്തി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇത്ര തീവ്രമായിട്ട് ഇവിടെ വിണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സ്ഥിതി പാടെ മാറിയിട്ടുണ്ട്. വലിയ വിള്ളൽ രൂപപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഏകദേശം ഈ പ്രദേശത്ത് മാത്രം, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പ്രദേശത്ത് മാത്രം 100-ൽ കൂടുതൽ വീടുകളുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ മണ്ണ് ഇടിഞ്ഞു വീണാൽ പ്രധാനമായി ബാധിക്കുന്നത് 40 വീടുകളെയാണ്. ആ വീടിൽ ഉൾപ്പെടെ നമ്മൾ ഇന്നലെ പോയി അവരുടെ ആശങ്കകളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. എനിക്ക് പുറകിലേക്ക് കണ്ടാൽ ആ കാണുന്ന മലയുടെ ഹൈറ്റായിരുന്നു ഇതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് പഞ്ചായത്തിൻ്റെയോ ജിയോളജി വകുപ്പിൻ്റെയോ അനുമതിയില്ലാതെ ഇടിച്ച് നിരത്തി ആ മണ്ണ് ഇതിനോട് ചേർന്ന ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ഈ അതിരിന് ഇപ്പുറമുള്ള ഭാഗമാണ് ആ മണ്ണ് ഇത്തരത്തിൽ ചേർത്തിട്ടിട്ടുള്ളത്. ഏത് നിമിഷവും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇടിയാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും പഞ്ചായത്ത് അധികൃതർ നമ്മുടെ കൂടെയുണ്ട്. ആശങ്കയാണ്. ഇന്നലെ വീണ്ടും മണ്ണിടിയുന്നുണ്ട്. വളരെ പ്രയാസത്തിലാണ് ഇപ്പോഴും. കാരണം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഈ പായിടാന്ന്. പായ ഇങ്ങനെ ഇതിൻ്റെ ഉടമ കുറേശ്ശെയാണ് ഇടുന്നുള്ളൂ. അതായത് ആ പായ ഇട്ടത് ശാശ്വതമായിട്ടല്ല എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോഴും ശാശ്വതമായിട്ടല്ല. ഇനിയും ആവശ്യമാണ്. കാരണം ഇത് ഏത് സമയത്തും താഴെ ഉള്ളൊരു ഭീഷണിയിൽ നിൽക്കുകയാണ്. അവരോട് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, ആരും മാറി താമസിച്ചിട്ടില്ല. കാരണം ഒരു ആശങ്കയിൽ നിൽക്കുകയാണ്. എപ്പോഴാണ് മറ്റൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് കൂടിയുണ്ട്. ഇവർക്ക് മാറി താമസിക്കുക എന്നുള്ളത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. ഏത് നിമിഷവും ഇത് ഇടിയാനും സാധ്യതയുണ്ട്. എന്താണ് തുടർ നടപടികളായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുക? പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ നടപടികളും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ട്. ജിയോളജി ഇന്നലെ തഹസിൽദാർ ഡെപ്യൂട്ടി കളക്ടറും കൂടെ വന്നിട്ടുണ്ട്, സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ വില്ലേജ് ഓഫീസർ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പോരാ എന്നുള്ളൊരു റിപ്പോർട്ട് ഇന്നലെ രാത്രി തന്നെ വില്ലേജ് ഓഫീസറെ അറിയിച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ രാവിലെ തന്നെ ഞങ്ങളുടെ കൂടെ വന്ന് ഇതിന് അടുത്ത നടപടികളിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഓണറെ വീണ്ടും വിളിച്ചിട്ടുണ്ട്. അയാളെ വിളിച്ചിട്ട് ഇതിനൊരു നടപടി ഇത് പറഞ്ഞ മാതിരി കേന്ദ്രമായിട്ടുള്ള നടപടി ഇന്ന് തന്നെ ഉണ്ടാവും അല്ലേ? അത് തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ പറയുന്നത്. ഈ നാട്ടുകാരുണ്ട് ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. നിങ്ങളെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ആശങ്ക? ഞങ്ങളെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വലിയ ഒരു മാന്തി ഉണ്ടാക്കിയല്ല. മാസങ്ങളോളം ഇവിടെ മണ്ണ് മാന്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു മണ്ണ് ഇവിടുന്ന് ഈ സമയത്ത് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ഈ മഴ മാറിയതിൻ്റെ ശേഷം ഇത് ഇവിടുന്ന് ഒഴിവാക്കല്ലാതെ യാതൊരു, കാരണം ഇവിടെ പട്ടിണി പാവങ്ങളാണ് ഇതിൻ്റെ ചോട്ട് താമസിക്കുന്നത്. അന്ന് കൂലിപ്പണിക്ക് പോയിട്ട് കുടുംബം പുലർത്തുന്നവരാണ്. ഓർക്ക് മറ്റുള്ള ക്യാമ്പൊക്കെ പോകുക പറഞ്ഞാൽ കുട്ടികൾക്ക് ഓണപ്പരീക്ഷയാണ്, മറ്റു കാര്യങ്ങൾ മദ്രസയിലൊക്കെ ഓരോ നബിദിനൊക്കെ പ്രമാണിച്ച് കുട്ടികൾക്ക് പരിപാടിയൊക്കെ കൊടുക്കുന്ന ഒരു ടൈമും കൂടിയാണ്. അപ്പോൾ ബന്ധു വീട്ടിലൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചും വലിയൊരു പ്രയാസത്തിലാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൽ നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. എന്തായാലും ഇത് ആദ്യം ഇടിഞ്ഞു വീഴുക ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ആശങ്ക വലുതാണ്. ആശങ്ക വലുത് തന്നെയാണ്. അവരുടെ അടുത്ത് പറയുമ്പോൾ ഒരു മൈൻഡ് ചെയ്യണില്ല. എന്ത് ചെയ്യണം നമ്മളിത്? എന്തായാലും ഇനിയിപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ ഇവിടെ ഇല്ല. ഈ പായിട്ടൊക്കെ അല്ലാതെ വേറെ മാർഗ്ഗം നമ്മളെ മുന്നിൽ കാണുന്നില്ല. വേനൽക്കാലം ലാസ്റ്റോട് കൂടിയിട്ട് എന്തായാലും അടുത്ത വർഷം വരുന്നതോട് കൂടെ ഇവിടുന്ന് ഈ മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കാനുള്ള സംവിധാനം എന്തായാലും ചെയ്തു തരണം. മറ്റേ എന്ത് ധൈര്യത്തിൽ നമ്മളോട് താമസിക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്ന് പറഞ്ഞാൽ വലിയ ഇടങ്ങറുള്ള കാര്യങ്ങളാണ്. തീരുമാനം കണ്ടെത്തണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആശങ്ക വലുതാണ് എന്നുള്ളത് ഈ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം അത് എത്രത്തോളം ഉണ്ട്, അതിന് തീവ്രത എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞതാണ്. എന്തായാലും ഇനി മഴ ശക്തി പ്രാപിച്ചാൽ അത് ഒരുപക്ഷെ ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യത ഏറെയാണ്. വയനാടും മലപ്പുറം പാണക്കാടും ഒക്കെ കണ്ട പോലെ ഒരു ദുരന്തത്തിന് ഇത് വഴിവെക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുകൂടി ഈ പ്രദേശത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഇതിൽ ശാശ്വതമായൊരു പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. പി സോണകൃഷ്ണ, റിപ്പോർട്ടർ, മലപ്പുറം.